ഹായ് ഗൈസ്, ഐ നോ ഇറ്റ്സ് ബിൻ എ ലോങ് ടൈം. ഞാൻ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിട്ട് ചിലപ്പോൾ നിങ്ങൾ പലരും എന്നെ മറന്നു തന്നെ പോയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ഇടയിലും ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നേപ്പാളിൽ പോയി, പോണ്ടി പോയി, ചെന്നൈ പോയി. പക്ഷെ അതൊന്നും ഒരു വ്ളോഗായിട്ട് ഇടാനുള്ളൊരു ഒരു 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 സെറ്റപ്പ് എനിക്ക് അപ്പം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അതിൽ എനിക്ക് റിഗ്രറ്റും ഇല്ല കേട്ടോ, കാരണം ഞാനത് കുറച്ചുകൂടെ അങ്ങനെ ചെയ്ത ട്രാവലായിരുന്നു. പക്ഷേ ഇതിൻ്റെ മുന്നേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന, വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരെന്നെ ഡീപ്പ് ഇൻസൈഡ് ഞാൻ തന്നെ ഭയങ്കര മിസ് ചെയ്യാൻ തുടങ്ങി. സോ വളരെ പ്രത്യേകമായൊരു സാഹചര്യത്തിൽ എൻ്റെ അമ്മ രാംനാട്ടുകർ സാധനം വാങ്ങാൻ പോയ ഗ്യാപ്പിൽ ഞാൻ പെട്ടെന്ന് കയ്യിൽ കിട്ടിയതൊക്കെ എൻ്റെ ബാക്ക് പാക്കിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ സാധനങ്ങളെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. സോ പലതും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പലതും വിട്ടുപോയി. പിന്നെ ഇന്നലെ റൂമിലൊക്കെ എത്തി ഇങ്ങനെ നോക്കുമ്പോഴാണോ നീ അത് എടുത്തിട്ടില്ല എന്നുള്ളൊരു ഓർമ്മ എനിക്ക് വരുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ഥലം നോക്കൂ. എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു യൂട്യൂബ് വ്ളോഗിൻ്റെ ഇൻട്രോ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ടില്ല, സീരിയസ്ലി. കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം എന്താ വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഇമാജിൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ വയ്ക്കാൻ പോകുന്ന എല്ലാ ഫ്രെയിംസും കുറച്ച് റിച്ച് ആയിരിക്കും, കുറച്ച് രാജകീയമായ ലുക്കായിരിക്കും. കാരണം ഐ ആം ഇൻ രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ ഞാൻ ജയ്പൂരിലെത്തി. കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി ഒരു 2 days ഹരിബറി ട്രിപ്പൊക്കെ ട്രെയിനിലെ ഇരുത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് അലമ്പായി. ഞാൻ ഇന്നലെ ജയ്പൂരിലെത്തിയിട്ട് ഞാൻ എവിടെയാണ് സ്റ്റേ ചെയ്തതെന്നല്ലേ ഇപ്പോൾ പറയാം. രാജസ്ഥാനിലെത്തി, ജയ്പൂരിലെത്തി. അങ്ങനെ 2 ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാലുത്തി. എനിക്ക് നോർത്തിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചധികം എന്നെ നെർവസ് ആക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ പാടെ ഈ പഞ്ചസാരയിൽ കുറുമ്പ് വരുന്ന പോലെ കുറേ ആൾക്കാർ നമ്മളിങ്ങനെ പൊതിയും. എവിടേക്കാ പോകേണ്ടത്, ദീദി എവിടെയാ പോകേണ്ടത്, മറ്റേത് മറിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഹിന്ദി മര്യാദക്ക് മനസ്സിലാവില്ല. പിന്നെ ഒന്നാമത് അവര് നമ്മുടെ പിന്നാലെ ഇങ്ങനെ വരുമ്പം നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കത് കുറച്ചുകൂടെ നമ്മൾ നെർവസ് ആവും. അങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് തലവെച്ച് കൊടുക്കാറില്ല. അത് എനിക്ക് മുൻപൊരിക്കൽ ഞാൻ രാജസ്ഥാന് വന്നത് കൊണ്ടും ഇവിടുന്ന് അധികം നല്ല ഡാർക്ക് കിട്ടിയത് കൊണ്ടും ഞാൻ പഠിച്ചൊരു പാഠമാണ്. അങ്ങനെ ഞാൻ നമ്മളുടെ ഫോണിൽ കുറച്ച് റൂംസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ പരിസരത്ത് അത്ര നല്ല റൂമുകളൊന്നും കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മേ ബി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തായിരിക്കും. ഞാൻ അങ്ങനെ ഫൈനലി ഒരു റൂം ഉള്ള സ്ഥലത്തേക്ക് പോയി. പക്ഷെ ആ റൂം വാസ് നോട്ട് ദാറ്റ് മച്ച് നീറ്റ്. എനിക്കപ്പോൾ അവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഇരിക്കെ അവിടെയുള്ള ഒരു ബയ്യനോട് ചോദിച്ചപ്പം ഹീ സെഡ്, ഇവിടെ ധർമ്മശാല എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, അവിടെ പോയിട്ട് റൂം എടുത്താൽ മതി. ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് അറിയായിരുന്നു ധർമ്മശാല, ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ധർമ്മശാല കുറച്ച് ചീപ്പാന്നൊക്കെ എനിക്ക് അറിയായിരുന്നു. പെർ നൈറ്റ് 200 rupees. പക്ഷെ ഇവിടെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു സെക്യൂരിറ്റിക്ക് 1000 rupees കൊടുക്കണം. പക്ഷെ ഇവിടെ വന്നപ്പം റൂമൊന്നും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് നല്ല റൂമാണ്, നല്ല നല്ല ഫെസിലിറ്റീസ് ഉണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. റൂം ഒരു ഓക്കെ റൂമാണ്. എന്നെ സംബന്ധിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് കൊണ്ടും എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടം മാത്രം മതി എന്നുള്ളത് കൊണ്ടും ഞാൻ ഇത് പ്രിഫർ ചെയ്യും. ഇങ്ങനെ ഉള്ളവർക്ക് ഞാൻ ഇത് പ്രിഫർ ചെയ്യും. സോ ഞാൻ ഇവിടെ ധർമ്മശാലയിലാണ് ഇപ്പൊ ഉള്ളത്. ഇവിടെ എനിക്കൊരു റൂം ഉണ്ട്, റൂം നമ്പർ 56. ഒരു മൂലക്കുള്ള റൂമാണ്. ഐ ഫീൽ ആ റൂം ലൈക്ക് നല്ല രസമുണ്ട്. ഇതൊരു സത്യത്തിൽ പറഞ്ഞാൽ ഇതൊരു ഹോംലി ഫീൽ ആണ് ഇവിടെ. കാരണം ഒരുപാട് പേര് ഒരുപാട് ദിവസങ്ങളിലേക്കും മറ്റൊക്കെ ആയിട്ട് വന്ന് താമസിക്കുക. അപ്പം ഇവിടെ ഇതിന്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര തുറന്നിട്ടൊരു സ്ഥലം. കുറെ മരങ്ങള്, പിന്നെ ഇവര് പൂജ ചെയ്യുന്ന കുറെ സ്ഥലങ്ങള്, അതിന്റെ ഒക്കെ ചുറ്റിലാണ് റൂം. സോ നമ്മളിങ്ങനെ ഈവനിങ് ഒക്കെ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് കുറെ ആൾക്കാരുണ്ടാവും. കുറെ ആൾക്കാർ നമ്മളോട് സംസാരിക്കാൻ വരും, നമ്മളോട് പരിചയപ്പെടാൻ വരും. എനിക്ക് അങ്ങനെ ഇവിടെ ഒരു ബേബിനെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അപ്പം എനിക്കിവിടെ വന്നപ്പം ഒരു ഹോംലി ഫീൽ ആയിരുന്നു. സോ ധർമ്മശാലയിൽ റൂം എടുത്തതായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായി ചെയ്തൊരു നല്ല ഡിസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഖാനയുണ്ട്, ഖാന. അപ്പോ വിശക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇന്നലെ നൈറ്റ് ഇവിടുന്ന കഴിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ഞാനൊന്ന് പുറത്തു പോയി കഴിച്ചു നോക്കി, വലിയ കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ ഫുഡ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത് പോലെ തോന്നി.
ആൻഡ് യാ അതൊക്കെയാണ്. അപ്പം ധർമ്മശാലയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഞാൻ ജയ്പൂരിൽ എത്തിയിട്ട് താമസിച്ച സ്ഥലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ എങ്ങോട്ട് പോവാൻ നിൽക്കല്ലേ, ആ വിശേഷങ്ങൾ കാണാം. ധർമ്മശാലയിൽ നിന്ന് നടന്നു പോകുന്ന ദൂരത്തിലാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹവ്വ മഹലിലേക്കുള്ള ടിക്കറ്റ് കിട്ടും. അവിടെ നിന്നും വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഹവ്വ മഹലിലേക്കുള്ളൂ. സോ അവിടെ നിന്നും ഞാൻ മെട്രോ എടുത്തിട്ടാണ് ഹവ മഹൽ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഹവ മഹൽ പോലെയുള്ള സ്ഥലങ്ങൾ, ആക്ച്വലി താജ്മഹൽ, ഹവ മഹൽ, അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ, അല്ലെങ്കിൽ ഫോർട്ടുകൾ ഒന്നും ആക്ച്വലി എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല. ഞാൻ കുറച്ചുകൂടെ ഐ എം മോർ ഇൻ ടു വില്ലേജസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലോക്കൽ കൾച്ചർ സെറ്റപ്പ് ഒക്കെ പിടിക്കാനാണ് നോക്കാറ്. പക്ഷെ ഹവ മഹലിൻ്റെ റീല് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി എൻ്റെ അൽഗോരിതം അങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഫുൾ ഹവ മഹലിനെ കുറിച്ചാണ്. സോ ഈ പരിപാടി എന്താണെന്ന് കാണാൻ എൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ ആഗ്രഹമുണ്ടായി. ദാറ്റ്സ് വൈ ഐ ആം ഹിയർ. ഇപ്പോൾ ജയ്പൂരിലെത്തിയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സ്ഥലമാണ് ഹവ മഹൽ. ഹവ മഹൽ ഈസ് ലൈക്ക് ഗുഡ്. രാജസ്ഥാനെ പറ്റി പറയുകയാണെങ്കിൽ യു ഗൈസ് നോ ദാറ്റ് ഇവിടെ ഒരു രാജകീയ സെറ്റപ്പാണ്, രാജാക്കന്മാരുടെ നാടാണ്. സോ ഇവിടെ അധികം ഉള്ളത് കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ജയ്പൂർ അറിയപ്പെടുന്നത് പിങ്ക് സിറ്റി എന്നാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. പക്ഷേ ഞാനിതൊക്കെ പഠിച്ചു വെച്ചു ഇതിൽ പറയാൻ വേണ്ടിയിട്ട്. സോ എനിക്കത് പറയാനുള്ളൊരു അവസരമായി ഞാൻ ഇതിന് വിനിയോഗിക്കുന്നു. സോ രാജസ്ഥാൻ എന്നറിയപ്പെടുന്നത് ജയ്പൂർ അറിയപ്പെടുന്നത് പിങ്ക് സിറ്റി എന്നാണ്. ബിക്കോസ് ഇതിൻ്റെ കളേഴ്സ് കൊണ്ടൊക്കെ ആയിരിക്കാം. ആൻഡ് ഇവിടെയുള്ളത് ഹവ മഹൽ, പിന്നെ സിറ്റി പാലസ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതിൽ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്, എനിക്ക് പോകണമെന്ന് ഞാൻ പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ, ഒന്ന് ഹവ മഹൽ, പിന്നെ സിറ്റി പാലസ്, പിന്നെ ഫ്ലവർ മാർക്കറ്റ്, പിന്നെ പിങ്ക് സിറ്റി മാർക്കറ്റ്. ആൻഡ് സത്യത്തിൽ ഞാൻ എന്തിനാണ് രാജസ്ഥാനിൽ വന്നതെന്നറിയോ? ഇറ്റ്സ് ആക്ച്വലി കുറച്ച് വിയേർഡാണ്. നിങ്ങൾ പറയുമ്പം ഒരുമാതിരി വിചാരിക്കരുത്. ബ്ലൂ കളേഴ്സ്, ബിക്കോസ് എനിക്ക് ഭയങ്കര ഒബ്സസ്ഡാണ് ഞാൻ ഈ പേർഷ്യൻ ബ്ലൂ കളേഴ്സുമായിട്ട്. സോ ഈ ബ്ലൂ, ഇപ്പം ഈ കടലിൻ്റെ ബ്ലൂ, അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ വരെ ബ്ലൂ ഉണ്ടെങ്കിൽ ഞാൻ ബ്ലൂവേ ചൂസ് ചെയ്യത്തുള്ളൂ. ദാറ്റ് മച്ച് ഐ ആം ഒബ്സസ്ഡ് വിത്ത് ബ്ലൂ കളർ. എനിക്കിങ്ങനെ രാജസ്ഥാനിൻ്റെ വെറുതെ ഇങ്ങനെ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ ഫുൾ പോർട്രേ മേക്കിംഗ് ആയിക്കോട്ടെ, ഡ്രസ്സസ് ആയിക്കോട്ടെ, ഫുൾ കളർ റിച്ച് ആണ്, ലൈക്ക് ബ്ലൂ കളേഴ്സിൻ്റെ. സോ എനിക്ക് ആ ബ്ലോക്ക് പ്രിൻറ്റ്സും ബ്ലൂ പോർട്രേ മേക്കിങ്ങും ഒക്കെ കാണുന്നുണ്ട്. ദാറ്റ്സ് വൈ ഐ ആം ഹിയർ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ മുന്നത്തെ ട്രിപ്പുകളെ പോലെ ഒരു റിച്ച് ട്രിപ്പ് ആവാൻ എനിക്ക് സാധ്യതയില്ല. കാരണം അത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ആ മൂഡ് പിടിക്കാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഏഷ്യയിൽ എന്താണ്, ഇതാണ് നമ്മൾ ഹവ മഹലിൽ കയറണം എന്നുണ്ടെങ്കിൽ എടുക്കേണ്ട ടിക്കറ്റ്. ഇന്ത്യൻസിന് 52 റുപ്പീസ്, ഫോറിനേഴ്സിന് കൂടും ആസ് യൂഷ്വൽ. ഇവിടെ അങ്ങനെയാണല്ലോ, നമ്മൾ ഇപ്പോൾ താജ്മഹൽ കാണാൻ പോയാലും ഒക്കെ ഫോറിനേഴ്സിന് വേറെ റേറ്റ്, ഇന്ത്യൻസിന് വേറെ റേറ്റ്. പിന്നെ സ്റ്റുഡൻസിനും കുട്ടികൾക്കൊക്കെ ഇതുണ്ട് കേട്ടോ, അതായത് കുറവാണ്. ഇന്ത്യൻ സ്റ്റുഡൻസ് ആണെങ്കിൽ 22 രൂപയൊക്കെ ഉള്ളൂ. ഐ നോട്ട് എ സ്റ്റുഡൻറ്റ്, അതുകൊണ്ട് 22 രൂപയ്ക്ക് എനിക്ക് കിട്ടിയില്ല. ഞാൻ 52 രൂപ എടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഹവ മഹലിൻ്റെ കുറച്ച് നല്ല വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഹവ മഹൽ ഈസ്, എന്നെ സംബന്ധിച്ച് ഹവ മഹലിനെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അനീതി നടന്നൊരു സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതിരുന്നൊരു കാലഘട്ടത്തിൽ അവർക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി, നഗരത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു ജനലുകൾ ഉണ്ടാക്കി വെച്ച് അവിടെ നിന്നും ലോകം കണ്ടിരുന്ന ഒരു പറ്റം സ്ത്രീകളുടെ ചരിത്രം ഈ ഹവ മഹലിലുണ്ട്. സോ ഒബ്വിയസ്ലി എനിക്കത് ഭയങ്കര ഇത് ഇത്രയും വെൽ മെയ്ഡാണ്, അങ്ങനെയൊന്നുമല്ല ഞാനതിനെ കാണുന്നത്. ബിക്കോസ് ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്ന എന്താ പറയുക, ഇനിക്വാലിറ്റിയുടെ ഒരു എക്സാക്റ്റ് മോഡലാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഈ കുഞ്ഞു ജാലങ്ങൾക്കിടയിലൂടെ പുറലോകം കാണുന്നതും നമ്മൾ പുറത്തിറങ്ങി പുറലോകം കാണുന്നതും ഭയങ്കര ഡിഫറൻസാണ്. സോ കുഞ്ഞു ജനലിൽ കൂടെ ഞാൻ നോക്കി, കുറേ ജനലൊക്കെ ഇവർ അടച്ചു പൂട്ടി വെച്ചിട്ടുണ്ട്, ലൈക്ക് ലോക്ക് ചെയ്തു. ബിക്കോസ് ഇവിടെ മുമ്പ് വന്ന വിസിറ്റേഴ്സ്, മേ ബി ഇത് കാണാൻ വന്നവരൊക്കെ എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടാവും. ദാറ്റ്സ് വൈ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഹവ മഹൽ എന്നല്ല, നമ്മൾ ഭൂമിയുടെ ഏത് ദിക്കിൽ പോയാലും
അവിടെ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ ചുമരുമ്പിൽ കോറി വരച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അഞ്ജലി ലവ് ഹിമാൻഷു. അഞ്ജലിക്കും ഹിമാൻഷുവിനും വേണ്ടി ഞാൻ ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോ ഞാൻ ഹവാമഹലിലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. മാത്രമല്ല നമ്മൾ ഇന്ന് തന്നെ വേറെ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. ആൻഡ് ഐ ഹാവ് ടെൻറ്റ്. സോ നമ്മൾ ടെൻറ്റ് സ്റ്റേ ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ജയ്പൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പാലസാണ് ഹവ മഹൽ. പലരും ജയ്പൂരിലേക്ക് വരുന്നത് തന്നെ ഈ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. റെഡ് കളറിലും പിങ്ക് കളറിലുമുള്ള സ്റ്റോൺസ് വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പണ്ടത്തെ രാജാവായിട്ടുള്ള പ്രതാപ് സിംഗ് 1799 ഈ ഒരുപാട് കുഞ്ഞു ജനലും വാതിലുമൊക്കെയുള്ള കൊട്ടാരം നിർമ്മിച്ചത്. ഹവാമഹലിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ നമുക്ക് തേനീച്ചകൂട് പോലെയോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കിരീടം പോലെയൊക്കെ തോന്നിയേക്കാം. ഇപ്പം വിസിറ്റേഴ്സിന് വേണ്ടി ഇത് തുറന്നു കൊടുത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് രീതിയിലുള്ള രാജസ്ഥാൻ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അവരുടേതായ രീതിയിലുള്ള രാജസ്ഥാൻ ഗാനങ്ങളും പാവകൂത്തും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. പിന്നെ ഉള്ളത് പറയാലോ, പണ്ടത്തെ രാജ്ഞിമാർക്ക് പുറത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് അവിടുത്തെ റാണിമാരെ ഒരിക്കലും അവർ പുറത്തേക്ക് അയച്ചിരുന്നില്ല. അവിടുത്തെ രാജാക്കന്മാർ തന്നെയായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി, ജയ്പൂർ നഗരം കാണാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു ജനലുകളും വാതിലുകളും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിനോട് തൊട്ടടുത്തുള്ള ഒരു ഫ്ലവർ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഞാൻ. ഫ്ലവർ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. കാരണം ഇത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്രഷ് ഫീല് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. ഹവ മഹൽ കണ്ടതിന് ശേഷം ഞാനൊരു ഫ്ലവർ മാർക്കറ്റിൽ പോയി കുറേ ഫ്ലവേഴ്സൊക്കെ കണ്ടു. ബിക്കോസ് എനിക്ക് ഫ്ലവേഴ്സ് കാണുക എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ഒരു രസകരമായ പരിപാടിയാണ്. എനിക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് അറിയില്ല. സോ എൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ചെയ്യണമെന്ന് നിർബന്ധമായി ഞാൻ തീരുമാനിച്ചിരുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ ബാങ്കിൾ മേക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് അറിയേണ്ടത്. ആ പ്രോസസ്സ് ഒന്ന് കാണുക എന്നുള്ളത്. സോ ഞാൻ ഹവ മഹലിന് കുറച്ചൊരു വാക്കിംഗ് ഡിസ്റ്റൻസിലേക്ക് നടന്നപ്പോൾ മണിഹാരോ രാസ്ത എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ്, അതായത് ഈ സ്ട്രീറ്റ് ഫോക്കസ് ചെയ്യുന്നത് തന്നെ ബാങ്കിൾ മേക്കിങ്ങിലാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ബാങ്കിൾസ് ആണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാജസ്ഥാനിലായതുകൊണ്ട് എൻ്റെ ഫ്രെയിംസൊക്കെ ഭയങ്കര റിച്ച് ആയിരിക്കും. ബിക്കോസ് നോക്ക് കളേഴ്സ്. ഞാനിവിടെ വന്ന ഒരു ബയ്യനോട്, ആദ്യം കണ്ടൊരു ബയ്യനോട് ചോദിച്ചു ലൈക്ക് ഇങ്ങനെ ബാങ്കിൾ മേക്കിംഗ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ചേട്ടൻ അവിടെയുള്ള ഒരു 55 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ കട എനിക്ക് റെഫർ ചെയ്തു. അവിടെയാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ആൻഡ് ദിസ് ഗൈസ് ആർ ഗോണ ഡു ദാറ്റ്. അവരതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഫോർ മീ. ഐ ഫീൽ ഭയങ്കര എന്തോ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരാൾ ഇതൊക്കെ ചെയ്തു തരുന്നു എന്ന് പറയുമ്പം ഫീൽ ഗുഡ്. ആൻഡ് രാജസ്ഥാനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന ആ ഡാർക്ക് സൈഡൊക്കെ കുറച്ചായിട്ട് പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ പ്രോസസ്സ് പോകുന്നത്. MS ബാംഗിൾസ് എന്ന് പറഞ്ഞ കടയിലെ ബയ്യാണ് നമുക്ക് ബാംഗിൾ മേക്കിംഗ് പരിചയപ്പെടുത്താൻ പോകുന്നത്. आपका नाम क्या है? മുഹമ്മദ് ഷാഹിദ്. സോ നമുക്ക് ബാംഗിൾ മേക്കിംഗ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂർ അതിൻ്റെ വൈബ്രൻ്റ് ആയിട്ടുള്ള കൾച്ചർ കൊണ്ട് വളരെയധികം ഫേമസ് ആണ്. അതായത് കലാപരമായിട്ടുള്ള ഒരുപാട് ട്രഡീഷൻസും ഹാൻഡിക്രാഫ്റ്റ്സും ഒക്കെ ഇവിടെയുണ്ട്. അതിൽ ചിലതാണ് ഈ ബ്ലോക്ക് പ്രിൻറ്റിങ്. ബ്ലോക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ ഇവർ ബ്ലോക്സ് ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യും കളേഴ്സ്. അത് പലതും ഫേമസ് ആണ്. നമ്മൾ കേരളത്തിലൊക്കെ ഒരുപാട് പേര് ഉടുക്കുന്ന സാരികളിലും ചുരിദാറുകളിലും ഇനി കുർത്താസിലും ഒക്കെ നമുക്കിത് കാണാം. അതുപോലെ തന്നെ ഫേമസ് ആണ് അതിമനോഹരമായിട്ടുള്ള ബ്ലൂ പോട്ടറി മേക്കിംഗ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യമാണ് ബാംഗിൾ മേക്കിംഗ്. നമ്മൾ പലപ്പോഴായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന വളകൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് അത് എവിടുന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പലപ്പോഴും ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് രാജസ്ഥാനിൽ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇവിടെ രാജസ്ഥാനിൽ വരുന്ന സമയത്ത്, ജയ്പൂർ എത്തിപ്പെട്ട സമയത്ത് എനിക്ക് ലൈഫിൽ മസ്റ്റായിട്ടും കണ്ടിരിക്കണമെന്ന് തോന്നിയൊരു കാര്യമാണ് ബാംഗിൾ മേക്കിംഗ്. പിന്നെ ഈ ബാംഗിൾ മേക്കിംഗ് എന്ന് പറയുന്നത് കയ്യിൽ വളയിടുന്ന പോലെ അത്രയ്ക്ക് സിമ്പിളല്ല കാര്യങ്ങൾ. കാരണം ഇതിന് പിന്നിൽ അവരുടെ ഒരുപാട് നേരത്തെ ഹാർഡ് വർക്ക് ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഇതെല്ലാം കൂടെ ഒത്തുചേർന്നിട്ടാണ് ഒരു വള നമ്മുടെ കയ്യിലെത്തുന്നത്. പിന്നെ ഈ വള ഉണ്ടാക്കുന്നത് അവർക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. അവർ പല തലമുറകളായിട്ട് ഇത് തന്നെ ജോബായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ്.
ഇതിനുപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ലാക്ക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. അതുകൂടാതെ ഈ മരങ്ങളിൽ നിന്നും ഹാർവെസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലും ഇവർ ഉപയോഗിക്കാറുണ്ട്. പോരാതെ ചിലതരം വാക്സുകൾ, ടൈറ്റാനിയം, പിന്നെ കളർ ഏജൻസ്, പിന്നെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് സീക്വൻസ്, ബീഡ്സ്, മിറർ, പേൾസ്, സെമി പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ചില വളകൾ കാണുമ്പം അതിൽ കാണാറില്ലേ ഈ നമ്മുടെ കണ്ണാടികളുടെ കഷ്ണം, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺസ്, അല്ലെങ്കിൽ നല്ല മിന്നാട്ടമുള്ള വളകൾ, അതൊക്കെ ഇവരുടേതായിട്ടുള്ള രീതിയിൽ ആവശ്യാനുസരണം, അതായത് ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ആഡ് ചെയ്ത് രൂപപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇയാളുടെ കയ്യിലിരിക്കുന്ന ഈ മരത്തിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടാണ് വള ഉണ്ടാക്കുന്നതിൻ്റെ പകുതിയിലധികം കാര്യങ്ങളും ചെയ്യുന്നത്. ലാക്ക് എന്ന് പറയുന്ന മെറ്റീരിയലിനെ ഇളം ചൂടിലിട്ട് ഷേപ്പ് മാറ്റിയെടുക്കുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇളം ചൂടെന്ന് പറയുമ്പോൾ ആളി കത്തിക്കൊന്നുമില്ല. നമ്മൾ ഈ അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ കനലില്ലേ, അതേപോലെയാണ് ചൂടാക്കുള്ളൂ. ഇപ്പോൾ ഇതേപോലെ, അതായത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അവർ ചെയ്യുള്ളൂ. അതും നല്ല സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ക്ഷമ വേണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. ആൻഡ് എനിക്ക് ഈ വള ഉണ്ടാക്കുന്നത് കണ്ടപ്പം ഐ ഫീൽ ഭയങ്കര ഹാപ്പി. അതായത് കുറേ കാലം ഞാൻ റിസർച്ച് ചെയ്ത്, കുറേ കാലം ഞാൻ വായിച്ച് കാണണമെന്ന് ആഗ്രഹിച്ച് ഇരുന്നൊരു കാര്യമാണ്. കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണെങ്കിലും ഞാനിപ്പോൾ അത് കണ്ടു എന്നുള്ളതിൽ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ആ സന്തോഷത്തിൽ അവരോട് യാത്രയും പറഞ്ഞ് ബഗ്രു എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് ബ്ലോക്ക് പ്രിൻറ്റിങ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. तुम कितना एज करेगा? मैं 65 एज करेगा. 4 वाइफ है. कितने चिल्ड्रन? 4 चिल्ड्रन. वाइफ का नाम क्या है? संद्रा, आजा, निर्मा, केसर. हैप्पी है. ഈ ബയ്യ എന്നെ ബഗ്രു വില്ലേജിലേക്ക് കൊണ്ടുപോയി. പക്ഷേ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. മഴക്കാലമായതുകൊണ്ട് തന്നെ അവർ ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യുന്നുണ്ടായില്ല. കാരണം മഴയായതുകൊണ്ട് ഡൈ ചെയ്യാൻ പറ്റില്ല. ആ സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയത്. ബഗ്രു എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നും പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹിച്ച് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് കൈ കാണിച്ചൊരു വണ്ടി നിർത്തി തരികയും ചെയ്തു. അവനാണ് ഇവൻ. അതായത് എനിക്ക് ഇന്ന് ലിഫ്റ്റ് തന്നവനാണ് ഇവൻ. मेरा बस स्टेशन जयपुर है. तुम यहाँ पे मणिपाल स्टॉप आएगा. मणिपाल स्टॉप आएगा. ओके. ये क्या कर रहे हो? क्या काइंड ऑफ कृषि व्यवसाय, लाइक यू नो फार्म कृषि होती है. या व्हाट काइंड ऑफ? ये अभी गांव ही गांव आ गया पूरा. विलेज. पूरा विलेज. वो आ गया मणिपाल यूनिवर्सिटी. तुम्हारा यूनिवर्सिटी मणिपाल आ गया. मैंने जयपुर बस स्टैंड से क्या हो गया आपको? This is so embarrassing that मैं हिंदी नहीं मालूम. Excuse, okay? എൻ്റെ മുറി ഹിന്ദിയും അവൻ്റെ മുറി ഇംഗ്ലീഷും വെച്ച് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അതിൽ പലതും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായില്ല. എങ്കിൽ പോലും പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ പലതും രണ്ടാൾക്കും കൺസീവായി. അവൻ എന്നെ ജയ്പൂർ ബസ് കിട്ടുന്ന സ്റ്റോപ്പിൽ നിർത്തിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്തൊന്നും ബസ് ഉണ്ടായിരുന്നില്ല. കാരണം 2 മണിക്കൂർ കൂടുമ്പോഴാണ് ബസ്സെന്നാണ് അവൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അപ്പം ആ സമയത്ത് അവൻ എന്നെ എന്നാൽ കുഴപ്പമില്ല, തന്നെ ഞാൻ ജീപ്പ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നിർത്തിത്തരാമെന്നും പറഞ്ഞ് അവൻ എന്നെ ജീപ്പ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ പോയി. അവൻ ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണിച്ചു തന്നു. 2 സ്ട്രേഞ്ചേഴ്സ് കണ്ടുമുട്ടിയപ്പോൾ മാജിക് നടന്നു. സോ ജയ്പൂരിൽ നിന്നും ബഗ്രു എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് വന്നതായിരുന്നു ഞാൻ. ആസ് യു ഓൾ നോ, ബ്ലോക്ക് പ്രിൻറ്റിങ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ബ്ലോക്ക് പ്രിൻറ്റിങ് മഴയായതുകൊണ്ട് തന്നെ അവർ ഇപ്പം നടത്തുന്നില്ല. സോ തിരിച്ചു വരേണ്ടതിൻ്റെ ഒരു ആവശ്യകത വളരെ കൂടുതലാണ്. എൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ജോധ്പൂറാണ്. ജോധ്പൂരിലേക്ക് ഇവിടുന്ന് 4 hours ഉണ്ട്. സോ 4 to 5 hours. സോ എനിക്ക് ഇവിടുന്ന് പോകുന്നതിനേക്കാൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനൊക്കെ കുറച്ച് ദൂരത്തിലാണെന്ന് ഞാൻ ചോദിച്ചതിൽ നിന്നും എൻ്റെ മുറി ഹിന്ദി വെച്ച് ഞാൻ മനസ്സിലാക്കി. സോ ഞാൻ വിചാരിക്കുന്നു ജയ്പൂരിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് ജോധ്പൂർ ട്രെയിൻ എടുക്കാമെന്ന്. ഇവിടുന്ന് ജയ്പൂരിലേക്ക് ആകെ 30 minutes ഉള്ളൂ. പിന്നെ റെയിൽവേക്ക് അവിടെ നിന്ന് പോകണം, മെട്രോ. ഇപ്പോൾ മെട്രോയിൽ വന്നതുകൊണ്ട് എനിക്ക് മെട്രോയിൽ പോകുന്നത് അറിയാം. സോ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഇപ്പം ഞാൻ ബസ് ഇവിടുന്ന് 2
ഹവർ കുടുംബഴി ബസ്സുള്ളൂ. സോ ഞാനൊരു ജീപ്പ് എടുത്ത് ജീപ്പിൽ കയറി. ഞാൻ ജീപ്പ് എടുത്തില്ല, ജീപ്പിൻ്റെ ഡ്രൈവർ ജീപ്പ് എടുക്കും. ഞാൻ ഒരു ജീപ്പിൽ കയറി. അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യനെ ഹിച്ച് ഹൈക്ക് ചെയ്ത് ഈ ഡ്രോപ്പ് മീ ഹിയർ. സോ ഇറ്റ് സെറ്റ് ജയ്പൂരിലേക്ക് പോകാം. ഈ ബാക്കിലിരിക്കുന്ന ചേച്ചിമാർക്ക് കുറച്ച് എംബാരസിങ് ആയിരിക്കും. അപ്പം അങ്ങനെ അതാണ് അപ്പോൾ കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ചെറിയൊരു ജീപ്പ് യാത്രയ്ക്ക് ശേഷം ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആ ജീപ്പിൽ നിറയെ ആളുകളായിരുന്നു, തിങ്ങി ഞെരുങ്ങിയിരിക്കുന്ന ആളുകൾ. അതായത് ഡ്രൈവറിൻ്റെ സീറ്റിൽ വരെ ആളുകളായിരുന്നു. പക്ഷേ ആ ഡ്രൈവർ ചേട്ടൻ വാസ് എ ഗുഡ് ഗൈ. കാരണം എന്നോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട വഴിയും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ട്രെയിനിലിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു തെറാപ്പിയാണ്. കാരണം എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ അത്രത്തോളം ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സമാധാനമായിട്ട് ഉറങ്ങാറുള്ളത് ട്രെയിനിലാണ്. ആൻഡ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ട്രെയിനിൽ വെച്ചിട്ട് ഞാൻ നല്ലൊരു അടിപൊളി സൺസെറ്റ് കണ്ടു. ഈ ഒരു ദിവസം എൻഡ് ചെയ്യാൻ ഇതിലും മനോഹരമായ ഒരു കാഴ്ച എനിക്ക് ഉണ്ടാവുമോ എന്നറിയില്ല. കാരണം സൺസെറ്റ് എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രാജസ്ഥാനും എനിക്ക് ഈ സൺസെറ്റോടു കൂടെ ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറുകയാണ്. സൺസെറ്റും കണ്ട് ജയ്പൂരിൽ നിന്നും ജോധ്പൂരിലേക്കുള്ള ട്രെയിനിൽ കയറിയ ഞാൻ ഇപ്പം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ജോധ്പൂർ എത്തും. സമയം രാത്രി 10:30 ഞാനിപ്പം ജയ്പൂരിൽ നിന്ന് ജോധ്പൂരിലേക്കുള്ള ട്രെയിനിലാണ്. സോ മറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് ലേഡീസ് കൂപ്പയിലായിരുന്നു ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേഷനെത്തിയപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയി. ആൻഡ് എനിക്ക് കുറച്ച് പേടിയുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് കൈൻഡ് ഓഫ് പേടി തന്നെയാണ്. പക്ഷേ അപ്പുറത്ത്, അതായത് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു പെൺകുട്ടിയുണ്ട്, അവളുടെ ബോയ് ഫ്രണ്ട് ഓർ ഹസ്ബൻഡ് ആരോ ഉണ്ട്. സോ ആ ഒരു ധൈര്യത്തിൽ ഐ ആം ഗോണ സ്ലീപ്പ്. എനിക്കറിയാൻ പാടില്ല, എനിക്ക് പേടിയുണ്ട്. പക്ഷേ എനിക്ക് പേടിയൊന്നും മുഖത്ത് വരത്തില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഫ്രം ജോധ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ കിടന്നത്. ഇന്നലെ 12 മണിക്ക് ജയ്പൂരിൽ നിന്ന് ജോധ്പൂർ എത്തി. സോ എനിക്ക് വേറെ റൂമൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടും മറ്റും ഞാനിവിടെ കിടന്നത്. യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ കിടക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യാനുള്ളത് റെയിൽവേ സ്റ്റേഷൻസ്, അതായത് ചെറിയ റെയിൽവേ സ്റ്റേഷൻസ് അല്ല, അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻസ്. അതാകുമ്പോൾ ഇവിടെ കുറേ ആളുകളുണ്ടാവും, പിന്നെ ഫുൾ ലൈറ്റ്സ് ഉണ്ടാവും, പിന്നെ പോലീസ് ഉണ്ടാവും. സോ നമുക്കങ്ങനെ പേടിക്കേണ്ടതിൻ്റെ ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്താ അറിയില്ല, റെയിൽവേയിൽ ഉറങ്ങുന്ന സമയത്ത്, അതിനിപ്പോൾ ട്രെയിനിലാണെങ്കിലും എനിക്ക് ഭയങ്കര നല്ല ഉറക്കം കിട്ടും. ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ എന്തിനാ പറയണേ ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ലൈക്ക് ഐ എം എൻജോയിങ്, ഐ എം ഫീലിംഗ് ഹാപ്പി. അഡ്വഞ്ചറാണെന്ന് തോന്നുന്നുണ്ട്. ജോധ്പൂർ വന്നതിന് പിന്നിൽ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ കഥയുണ്ട്. അതെന്താണെന്നല്ലേ, അത് അടുത്ത എപ്പിസോഡിൽ കാണാം. ഞാൻ ജോധ്പൂരിൽ എവിടെയൊക്കെ പോയി, എന്തൊക്കെ കണ്ടു, ഞാൻ ഹാപ്പിയാണോ എന്നൊക്കെ അടുത്ത എപ്പിസോഡ് വരുമ്പോൾ നമുക്കറിയാം. അതുവരേക്കും ബായ്.